സിനിമാ നിർമ്മാണത്തിന്റെ കണക്കുകൾ പുറത്തുവിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ 75 കോടി ചിലവാക്കിയിട്ടും തിരിച്ചു കിട്ടിയത് 23 കോടി 55 ലക്ഷം എന്ന് കണക്കുകൾ. ഫെബ്രുവരി മാസത്തിലെ കണക്കുകളാണ് പുറത്തുവിട്ടത്. വിവരങ്ങളുമായി വിജിത കെ.പി ചേരുന്നുണ്ട്. വിജിത, കഴിഞ്ഞ ഒരു വർഷം ഇതേ ഫെബ്രുവരിയിൽ ഇറങ്ങിയ സിനിമകൾ മലയാള സിനിമയുടെ മുഖം തന്നെ മാറ്റിമറിച്ച സിനിമകളായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഒരു വർഷം ഇപ്പുറത്തേക്ക് വരുമ്പോൾ കണക്കുകൾ നിരാശാജനകമാണ്. എന്താണ് കൂടുതലായി ഈ വിഷയത്തെക്കുറിച്ച് സിനിമാ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അതുല്യ സൂചിപ്പിച്ചതുപോലെ അഭിനേതാക്കളുടെ വേതനമടക്കം വെട്ടിക്കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സമരങ്ങളിലേക്കെല്ലാം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സിനിമാ നിർമ്മാണത്തിന്റെ കണക്കുകൾ അടങ്ങുന്ന റിപ്പോർട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിലെ മാത്രം കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏകദേശം 16 സിനിമകളുടെ നിർമ്മാണ തുകയും അതോടൊപ്പം തന്നെ കളക്ഷൻ തുകയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 75 കോടിയിലധികം രൂപ ചിലവാക്കി പല സിനിമകൾ ചെയ്തപ്പോൾ 23 കോടി 55 ലക്ഷം രൂപ മാത്രമാണ് അതിൽ നിന്നും തിരിച്ചു കിട്ടിയത് എന്നൊരു കാര്യമാണ് ഈ ഒരു റിപ്പോർട്ടിലും പറയുന്നത്. ഏകദേശം പറയുകയാണെങ്കിൽ ഇപ്പോൾ ലൗഡേൽ എന്ന് പറയുന്ന സിനിമയൊക്കെ 1 കോടി രൂപയോളം ചിലവാക്കി നിർമ്മിച്ച സിനിമയ്ക്ക് വെറും 10,000 രൂപയാണ് തിയേറ്ററിൽ നിന്നും കളക്ഷൻ നേടിയത് അല്ലെങ്കിൽ കിട്ടിയത് എന്നുള്ളൊരു കാര്യമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഏകദേശം മുടക്കുമുതലിന് അടുത്തെത്തിയത് ഓഫീസർ ഓൺ ഡ്യൂട്ടി മാത്രമാണ് എന്നുള്ളൊരു കാര്യവും റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. കാരണം 13 കോടി രൂപയോളം ചിലവാക്കി നിർമ്മിച്ച സിനിമ ഏകദേശം 11 കോടി രൂപയോളമാണ് നിലവിൽ കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇപ്പോഴും ഓഫീസർ ഓൺ ഡ്യൂട്ടി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ സിനിമ തന്നെയാണ്. എന്തായാലും ഇതിൽ നിന്നെല്ലാം ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞു വെക്കുന്നതും സിനിമാ നിർമ്മാണം എന്ന് പറയുന്നത് സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുല്യ. ശരി വിജിത, എന്തായാലും ഇപ്പോൾ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് മലയാള സിനിമയിൽ കഴിഞ്ഞ ഒരു മാസം വലിയൊരു കളക്ഷൻ നേടാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും പല സിനിമകൾക്കും മുടക്കിയ മുതലിൻ്റെ പകുതി പോലും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വിജിത.